സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ആശങ്കയുയരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങിയേക്കുമെന്നാണ് സൂചന. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ വരുന്നുണ്ട്. എങ്കിൽ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് വ്യാപിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും മുടങ്ങിയേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയും ഇതുതന്നെയാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരുന്നതാണ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളി. കേന്ദ്ര സർക്കാർ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന് നൽകേണ്ട പണം അനുവദിക്കുന്നുമില്ല. കടം വാങ്ങാനുള്ള സംസ്ഥാനത്തിന്റെ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെലവുകൾക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതാണ് ഉയരുന്ന ചോദ്യം. നികുതി ഇതര വരുമാനം സംസ്ഥാനത്ത് വളരെ കുറവാണ്. നികുതി വരുമാനത്തിന് പുറമെ 2000 കോടി രൂപ സംസ്ഥാനത്തിന് എല്ലാ മാസവും അധികമായി കണ്ടെത്തേണ്ട സാഹചര്യവുമുണ്ട്. ഈ വെല്ലുവിളി മറികടക്കാൻ കടമെടുക്കുകയാണ് ചെയ്യുക. ഇതിന് കേന്ദ്ര സർക്കാർ പരിധിയും നിശ്ചയിക്കും. എന്നാൽ അനുവദിച്ച പരിധി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുക കൂടി ചെയ്തതാണ് സംസ്ഥാനത്തെ വെട്ടിലാക്കിയത്. സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്താറുള്ളതാണ്. ബജറ്റിൽ സുപ്രധാന പ്രഖ്യാപനത്തിനും സാധ്യതയുമുണ്ട്. എല്ലാത്തിനും പണം കൂടുതൽ ആവശ്യമാണ്. എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നതാണ് ഉയരുന്ന ചോദ്യവും. GST ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതം പൂർണ്ണമായും കേന്ദ്രം നൽകാത്തതും തിരിച്ചടിയായിരിക്കുകയാണ്. ശമ്പളം, പെൻഷൻ ചിലവ് എല്ലാ മാസവും സംസ്ഥാനത്തിനുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കാറായ സാഹചര്യത്തിൽ കരാറുകാരുടെ ബില്ല് നൽകുകയും ചെയ്യണം. നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് മാസത്തോടെ വലിയ ബാധ്യത സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും. പണം പല വഴിക്ക് കണ്ടെത്തി നിലവിലെ പ്രതിസന്ധി പരിഹരിച്ചാലും പുതിയ സർക്കാരിന് മുന്നോട്ടുള്ള യാത്ര കടുത്ത വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ശമ്പളവും പെൻഷനും കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.